ദക്ഷിണാമൂർത്തിയുടെ ഭക്തർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം എടപ്പാൾ ദക്ഷിണാമൂർത്തി ക്ഷേത്രാങ്കണത്തിൽ നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. എടപ്പാൾ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിന്റെ ചരിത്രം അനാവരണം ചെയ്യുന്ന ദക്ഷിണാമൂർത്തിയുടെ ഭക്തർ എന്ന പുസ്തകത്തിന്റെ രചന നിർവഹിച്ചത് ഡോക്ടർ പൊൽപ്പായ വിനോദ് ഭട്ടതിരിപ്പാടാണ്. പുസ്തകത്തിന്റെ പ്രകാശനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നിർവഹിച്ചു. ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി, എഴുത്തുകാരൻ ഡോക്ടർ പൊൽപ്പായ വിനോദ് ഭട്ടതിരിപ്പാട്, കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരി, തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരൻ ഉണ്ണി നമ്പൂതിരിപ്പാട്, ഊരാളൻ PM മഹേഷ് നമ്പൂതിരി, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ K സദാനന്ദൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ N ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ അരുൺ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ബഹുമാന്യനായ ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട് ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തെ ഭക്തർക്ക് ലോകത്തിന് കൂടുതലായി പരിചയപ്പെടുത്തുകയാണ്. നൂറ്റാണ്ടുകളായി തലമുറയായി ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും മഹത്വവും ഭക്തർക്കിടയിലും പൊതുവിൽ ജനങ്ങൾക്കിടയിലുമുണ്ട്. എന്നാൽ ക്ഷേത്രത്തെ, ആ വിശ്വാസത്തെ, ദക്ഷിണാമൂർത്തി സങ്കല്പത്തെ കൂടുതൽ ലളിതമായി എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ഒരു ധർമ്മമാണ് വിനോദ് ഭട്ടതിരിപ്പാട് നിർവഹിച്ചത്. അത് ഇന്നത്തെ കാലത്ത് ആവശ്യം വേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ദേവീ സങ്കല്പങ്ങളിലുള്ള നമ്മുടെ വിശ്വാസങ്ങൾ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്തേണ്ട മൂല്യബോധമായി വികസിച്ചു വരേണ്ട ഒന്നാണ്. സ്വന്തം ജീവിതത്തിൽ പകർത്തേണ്ടതാണ് വിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളും. അതിന് ഏതൊരു സാധാരണക്കാരനും സാധിക്കണമെങ്കിൽ അറിയാൻ കഴിയണം, യഥാർത്ഥ കാര്യങ്ങൾ അറിയാൻ കഴിയും. അതിനുള്ള ഒരു ശ്രമമാണ് ഭട്ടതിരിപ്പാട് നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ, ദേവസ്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് അടുത്ത് പരിചയം. ശ്രീകോവിൽ, ചുറ്റമ്പലം എന്നിവയുടെ നവീകരണത്തിനായി 5.1 കോടി രൂപയുടെ പദ്ധതിക്ക് മലബാർ ദേവസ്വം ബോർഡിന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. NCV ന്യൂസ്, എടപ്പാൾ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.